ഇന്ത്യയുടെ അതിമോഹമായ ഒരു പ്രോഗ്രാമാണ് മീഡിയം റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് അത്യാധുനിക മൾട്ടി റോൾ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിന് ഏകദേശം 25 ബില്യൺ ഡോളറിന്റെ ബജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മീഡിയം റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ മത്സരത്തിൽ ദസാൾട്ട് റാഫേല്, ബോയിങ് FA-18 സൂപ്പർ ഹോർണറ്റ്, യൂറോ ഫൈറ്ററിന്റെ ടൈഫൂണ്, സാബിന്റെ ഗ്രിപ്പൻ തുടങ്ങിയ വിമാനങ്ങളൊക്കെ മത്സരിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. എന്നാൽ ഈ വിമാനങ്ങളെ എല്ലാം മാറ്റി നിർത്തുമ്പോൾ എനിക്ക് കുറച്ചുകൂടി താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ F-35A ആണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രോഗ്രാം മുഖേന അമേരിക്കയുടെ F-35A മിന്നൽ 2 സ്റ്റെൽത്ത് ഫൈറ്റർ സ്വന്തമാക്കുന്നതിന് ഇന്ത്യക്ക് ധാരാളം സാമ്പത്തിക പരിമിതികൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് നിലവിലെ കണക്കുകൾ പ്രകാരം F-35A യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 80 മില്യൺ ഡോളറാണ്. ഈ 80 മില്യൺ ഡോളർ എന്ന് പറയുന്നത് വിമാനത്തിന്റെ വാങ്ങൽ വില മാത്രമാണ്. പൈലറ്റിന്റെ പരിശീലനം, സ്പെയർ പാർട്സ്, നൂതന ദൗത്യ സംവിധാനങ്ങൾ, നിലവിലുള്ള ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് തുടങ്ങിയ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുമ്പോൾ ഈ വിമാനത്തിന്റെ മൊത്തത്തിലുള്ള ചെലവ് വീണ്ടും വർദ്ധിക്കുന്നു. അന്താരാഷ്ട്രമായി വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സൈക്കിൾ സപ്പോർട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ മൊത്തം ചെലവെന്ന് പറയുന്നത് ഒരു ജെറ്റിന് ഏകദേശം 200 മില്യൺ ഡോളർ ആവും. ഇത് ഈ F-35 ഇന്ത്യയിൽ വരുന്നത് വരെയുള്ള കണക്കാണ്. അതിനുശേഷം F-35നെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യയെ പോലുള്ള പുതിയ ഓപ്പറേറ്റർമാർക്ക് ഗണ്യമായ സാമ്പത്തിക തടസ്സം സൃഷ്ടിക്കും. കാരണം സ്റ്റെൽത്ത് ടെക്നോളജിക്കായി സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക മെയിൻ്റനൻസ് സൗകര്യങ്ങൾ ഇതിനുവേണ്ടി നിർമ്മിക്കണം. അതുപോലെ തന്നെ സുരക്ഷിതമായ ഡേറ്റ ലിങ്കുകൾ സ്ഥാപിക്കണം. തടസ്സങ്ങളില്ലാത്ത സോഫ്റ്റ്വെയർ സംയോജനം ഉറപ്പാക്കണം. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ചിലവെന്ന് പറയുന്നത് 5 മുതൽ 7 ബില്യൺ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഈ MRFA ബജറ്റ് എന്ന് പറയുന്നത് മുഴുവൻ 25 ബില്യൺ ഡോളറാണ്. ഏകദേശം 95 വിമാനങ്ങൾ വരെ മാത്രമേ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥാനത്തെ ഈ F-35 മാറ്റിവെച്ചിട്ട് ദസാൾട്ടിന്റെ റാഫേല്, ബോയിങ് FA-18 സൂപ്പർ ഹോർണറ്റ്, യൂറോ ഫൈറ്ററിന്റെ ടൈഫൂണ്, സാബിന്റെ ഗ്രിപ്പനി ഈ വിമാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ യൂണിറ്റിനും കുറഞ്ഞ വിലയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ F-35 95ന്റെ സ്ഥാനത്ത് ഏകദേശം 120 മുതൽ 140 വരെ വിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നോക്കണം. F-35ന്റെ സ്റ്റെൽത്ത് സവിശേഷതകളെ, സാങ്കേതിക വിദ്യ, നൂതന സെൻസർ ഫ്യൂഷന്, നെറ്റ്വർക്ക് കേന്ദ്രീകൃത വാർഫെയർ കഴിവുകൾ എന്നിവ മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നിലാണ്. ഇതൊരു സിംഗിൾ സീറ്റ്, സിംഗിൾ എഞ്ചിൻ സൂപ്പർസോണിക് സ്റ്റെൽത്ത് സ്ട്രൈക്ക് പോരാളി ആണ് അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റ്നിംഗ് II. എയർമേന്മയ്ക്കും സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണിത്. അതുപോലെ തന്നെ ഇതിന് ഇലക്ട്രോണിക് യുദ്ധവും ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ കഴിവുകളും ഉണ്ട്. ഇതിന് 3 വേരിയന്റുകൾ ഉണ്ട്: F-35A, F-35B ആൻഡ് F-35C. ഇതിൽ F-35A മിന്നൽ 2 ആണ് ഇന്ത്യ തെരഞ്ഞെടുക്കാൻ സാധ്യത. അതുപോലെ തന്നെ ഇത് അമേരിക്കയുടെ സർവീസിൽ പ്രവേശിച്ച 2ാം 5ാം തലമുറ യുദ്ധവിമാനവും ആദ്യത്തെ പ്രവർത്തനക്ഷമമായ സൂപ്പർസോണിക് STOVL സ്റ്റെൽത്ത് ഫൈറ്ററുമാണ് F-35. താഴ്ന്ന നിരീക്ഷണങ്ങൾ, നൂതന ഏവിയോണിക്സ്, സെൻസർ ഫ്യൂഷൻ എന്നിവയ്ക്കാണ് ഇത് ഊന്നൽ നൽകുന്നത്. ഇതിന്റെ നൂതന സെൻസറുകളും ദൗത്യ സംവിധാനങ്ങളും കാരണം ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ, എയർ ഇൻഡക്ഷൻ ദൗത്യങ്ങളെയും അടിച്ചമർത്താനുള്ള പ്രാഥമിക സ്ട്രൈക്കർ ഫൈറ്റർ ആയിട്ടാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. ഈ F-35ന്റെ എല്ലാ വേരിയന്റുകൾക്കും മാക്ക് 1.6ന്റെ ഉയർന്ന വേഗതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഏവിയോണിക്സും സെൻസർ ഫ്യൂഷനും പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. പൈലറ്റിന് സാഹചര്യത്തെ കുറിച്ചുള്ള ഒരു അവബോധം നൽകാനും കമാൻഡ് ആൻഡ് കൺട്രോൾ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ F-35ന്റെ രൂപകൽപ്പനയിലെ ഒരു പ്രധാന വശമാണ് അതിന്റെ സ്റ്റെൽത്ത്, അതുപോലെ തന്നെ അതിന്റെ എയർഫ്രെയിമും. ഈ എയർഫ്രെയിമെ ശ്രദ്ധാപൂർവം രൂപപ്പെടുത്തുന്നതിലൂടെ റഡാർ അബ്സോർബന്റ് മെറ്റീരിയലുകളുടെ ഉപയോഗത്തിലൂടെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു. ഈ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിനുള്ള ദൃശ്യമായ നടപടികൾ ഇതിന്റെ അരികുകളുടെ വിന്യാസവും പ്രതലങ്ങളുടെ തുടർച്ചയായ വക്രതയും സ്കിൻ പാനലുകളുടെ സെറേഷനും എഞ്ചിന്റെ മുഖത്തിന്റെയും ടർബൈനിന്റെയും മാസ്കിങ്ങും എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഇതിന്റെ ഗ്ലാസ് കോക്പിറ്റ് ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് പൈലറ്റിന് നല്ല സാഹചര്യത്തെ പറ്റിയുള്ള അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് ഈ F-35ന് ഹെഡപ്പ് ഡിസ്പ്ലേ ഇല്ല, പകരം ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ആണുള്ളത്. അതായത് ഇത് പൈലറ്റിന്റെ ഹെൽമെറ്റിന്റെ വിസറിൽ ഫ്ലൈറ്റ്, കോമ്പാക്ട് വിവരങ്ങൾ കാണിക്കുന്നു. അമേരിക്ക കൂടാതെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ റോയൽ എയർഫോഴ്സും റോയൽ നേവി F-35B പ്രവർത്തിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ, നോർവേ,
നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും ഇത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ ധാരാളം രാജ്യങ്ങൾ ഇതിനുവേണ്ടി ഓർഡറും നൽകി കഴിഞ്ഞു. ചൈനയും F-35 വേണ്ടി അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ഇത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ അപാരമായ ഇത്രയധികം കഴിവുകൾ കാരണമാണ് ഇന്ത്യൻ ഗവൺമെന്റും F-35-2 ഒരു മുൻഗണന നൽകുന്നത്. എന്നാൽ ഇതിന്റെ ഉയർന്ന പ്രവർത്തന ചെലവും സുരക്ഷിതമായ ഡേറ്റ പങ്കിടൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആശ്രയിക്കുന്നതും ഏതൊരു പുതിയ ഓപ്പറേറ്റർക്കും F-35 ഒരു വെല്ലുവിളി തന്നെയാണ്. പ്രാഥമികമായി റഷ്യൻ വംശജരായ പ്ലാറ്റ്ഫോമുകളും റാഫേലുകളും അടങ്ങിയ IAFന്റെ നിലവിലുള്ള ഫ്ലീറ്റിലേക്ക് ഈ F-35 സംയോജിപ്പിക്കുന്നത് പരസ്പര പ്രവർത്തനക്ഷമതയും ലോജിസ്റ്റിക് അനുയോജ്യതയും ഉറപ്പാക്കാൻ ഗണ്യമായ ഒരു ശ്രമം തന്നെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് F-35 5ാം തലമുറ സ്റ്റെൽത്തും നൂതനമായ കഴിവുകളും MRFA ലിസ്റ്റിലുള്ള മറ്റ് ഒരു വിമാനങ്ങൾക്കും ഇല്ല എന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.